2019 ഓഗസ്റ്റ് 8 രാത്രി 8 മണിക്കാണ് മുത്തപ്പൻമല ഇടിഞ്ഞിറങ്ങി ഒരു മേഖലയെ ഒന്നാകെ വിഴുങ്ങിയത്. നാടിനെ മൊത്തം പ്രളയം വിഴുങ്ങിയ കാലമായിരുന്നു. ഈ ഒരു മഹാദുരന്തത്തെക്കുറിച്ച് പുറം ലോകം പോലും അറിഞ്ഞില്ല. ടെലിഫോൺ ലൈനുകൾ എല്ലാം ഇല്ലാത്ത അവസ്ഥ, വൈദ്യുതി ബന്ധം മുഴുവൻ വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഇവിടേക്കുള്ള പാലത്തിൽ മരത്തടികൾ നിറഞ്ഞ് ആർക്കും കടന്നു വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. പിറ്റേ ദിവസമാണ് പുറം ലോകം ഇക്കാര്യം അറിഞ്ഞത്. പിന്നീട് അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ നാളുകളായിരുന്നു. ഏറെ പ്രതിസന്ധികൾ നേരിട്ടാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയത്. നാട് അതുവരെ കാണാത്ത രീതിയിലുള്ള രക്ഷാപ്രവർത്തനം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിനായി വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളെത്തി, സംവിധാനങ്ങളെത്തി, സൈന്യവും NDRFും വന്നു. 18 ദിവസത്തോളം നീണ്ടുനിന്നു ആ തെരച്ചിൽ. ആകെ 59 പേരാണ് ദുരന്തത്തിൽ ഇല്ലാതെയായത്. അതിൽ മൃതശരീരം അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് 48 പേരുടെ മാത്രം. ഈ രക്ഷാദൗത്യം, തെരച്ചിലും വലിയ പ്രതിസന്ധികളാണ് നേരിട്ടത്. പക്ഷേ അവിടെയെല്ലാം തന്നെ തുണയായത് ഈ പ്രദേശത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള, ഈ പ്രദേശത്തെ വീടുകളെക്കുറിച്ചെല്ലാം കൃത്യമായി അറിയുന്ന ഇവിടുത്തുകാർ തന്നെയായിരുന്നു. അവർ രക്ഷാദൗത്യത്തിനെത്തിയവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി, പറഞ്ഞുകൊടുത്തു, കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് 48 പേരുടെ മൃതദേഹങ്ങളെങ്കിലും കണ്ടെത്താനായത്. 11 പേർ ഈ മണ്ണിനടിയിൽ എവിടെയോ ഇപ്പോഴുമുണ്ട്. നിന്നോടത്തുനിന്ന് പെരകൾ മാറിപ്പോയിട്ടുണ്ട്, ആൾക്കാർ വേറെ സ്ഥലങ്ങളിലേക്ക് ഒഴുകി നീങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത്, ഞങ്ങൾക്ക് ഈ ഭൂമികാട്ടിനെ ശരിക്കും അറിയായിരുന്നു. അപ്പം മണ്ണ് ഒഴുകി വന്ന ഡയറക്ഷൻ നോക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒഴുകി നീങ്ങിയത് പോലെ തന്നെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബാക്കി 11 ബോഡിയും എവിടെയാണ് ഡെപ്പോസിറ്റ് ആയേക്കുന്നത് അറിയാം. പക്ഷെ നമുക്ക് എടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, അത് മണ്ണിൻ്റെ അടിയിൽ അത്രയും ഡെപ്തായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങി അവിടെ നിന്ന് എടുക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാണ്ടിരുന്നത്. ആ സറൗണ്ടിങ്ങിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായൊരു ബോധ്യമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും മണ്ണ് നീങ്ങിയത് എങ്ങനെ, അതിൻ്റെ ഓരോ പ്രാവശ്യം മാന്തുമ്പോഴും അതിൻ്റെ അടിഭാഗത്ത് എത്രമാത്രം ക്ലിയർ ചെയ്യുന്നുണ്ട്, എത്രമാത്രം മണ്ണ് ഒലിച്ചു പോയി, എത്രമാത്രം മണ്ണ് മുകളിൽ നിന്ന് വന്നു, ഇതൊക്കെ നമുക്ക് നോക്കിക്കൊണ്ടിരുന്നു. അത് നമുക്ക് പ്രദേശവാസി എന്ന നിലയ്ക്ക് നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ നിലവാരം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു അറിഞ്ഞുകൊണ്ട്, രണ്ടാമത്തെ ഈ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞുകൊണ്ട് എളുപ്പം ഞങ്ങൾക്ക് എൻ്റെ ബോഡി ഡെക്കർ ചെയ്യുന്നു. തെരച്ചിൽ 18 ദിവസത്തിന് ശേഷം അവസാനിച്ചെങ്കിലും കവളപ്പാറയുടെ പുനരധിവാസവും അല്ലെങ്കിൽ കവളപ്പാറയെ വീണ്ടെടുക്കാനുള്ള നടപടികളും പിന്നെയും കാലങ്ങളോളം തുടരേണ്ടി വന്നു. ഇപ്പോൾ ഇക്കാണുന്ന മൺകൂനകളാണ് കവളപ്പാറ. ഇതിനടിയിൽ കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു, റബ്ബർ എസ്റ്റേറ്റുകളുണ്ടായിരുന്നു, പലരുടെയും ഉപജീവന മാർഗങ്ങൾ പലതുമുണ്ടായിരുന്നു. ആ ദുരന്തത്തിന് ശേഷം ഈ മേഖല ഇപ്പോൾ ഇത്തരത്തിലാണുള്ളത്. ഈ മണ്ണ് നീക്കി ഇവിടെ കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യം സർക്കാർ ഇപ്പോഴും കേട്ട മട്ടിലല്ല. കോടതി ഇടപെടൽ വരെ ഉണ്ടായിട്ടും ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം തുടരുകയാണ്. ഒരുപക്ഷെ നിയമപരമായ തടസ്സങ്ങളും മറ്റും അതിലുണ്ടായേക്കാം. എന്നിരുന്നാലും ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു മേഖലയെ കൃഷി ചെയ്യാൻ അനുയോജ്യമാക്കി തരണം എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ മുട്ടാത്ത വാതിലുകളില്ല, നടത്താത്ത പ്രതിഷേധങ്ങളും സമരങ്ങളുമില്ല. ഈ ഭൂമി കൃഷിയോഗ്യമാക്കി തരികയോ അല്ലെങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് കർഷകരെ പരിഗണിക്കുകയോ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾക്ക് വെക്കാനുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. നമ്മുടെ പോത്തുകല്ലിൽ കൂടി പോകുന്ന മലയോര പാത വയനാട്ടിലേക്ക് എത്തും. ആ വയനാട്ടിലേക്കുള്ള മലയോര പാത ശരിയാവണമെങ്കിൽ വയനാട്ടിലേക്ക് എത്തണമെങ്കിൽ 30 കിലോമീറ്ററോളം ദൂരം അത്രയും സ്ഥലത്ത് കാട് വെട്ടണം. അപ്പോൾ കാട് വെട്ടുന്നതിന് ഫോറസ്റ്റിന് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഫോറസ്റ്റിന് വനം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കൊടുക്കാമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു. പകരം ഭൂമിയായിട്ട് അത് വെക്കാം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. അത് പ്രായോഗികമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ PA സമ്മതിക്കുകയും ചെയ്തിരുന്നു. 4 വർഷം വേണ്ടി വന്നു കവളപ്പാറ ഇരകളുടെ പുനരധിവാസം പൂർത്തിയാക്കാൻ. 128 വീടുകളാണ് കവളപ്പാറയിലെ ദുരന്തത്തിനിരയായവർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചത്.
അതും കവളപ്പാറയ്ക്ക് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാണ്. സർക്കാരിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ഒരുമിച്ചുള്ള നീക്കമാണ് ഈ പുനരധിവാസം സാധ്യമാക്കിയത്. അതിൽ തന്നെ ഇവിടുത്തുകാരായിരുന്ന ആദിവാസി വിഭാഗക്കാരുടെ പുനരധിവാസമാണ് ഏറ്റവും അവസാനം നടന്നത്. ഒട്ടേറെ നിയമ പോരാട്ടം തന്നെ നടത്തേണ്ടി വന്നു അത് യാഥാർത്ഥ്യമാകാൻ. ഇന്നത്തെ സാഹചര്യത്തിൽ 5,28,000 രൂപയ്ക്ക് ഭൂമിയും 4 ലക്ഷം രൂപയ്ക്ക് വീടും നിർമ്മിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് സന്നദ്ധ സംഘടനകൾ ആ സഹായത്തോടു കൂടി തന്നെയാണ് നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. മറ്റൊന്ന്, സന്നദ്ധ സംഘടനകളൊക്കെ ഇവിടെ വീടുകൾ പലതും നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 180 വീട് ഈ മേഖലയിൽ കവളപ്പാറയോട് ചുറ്റിപ്പറ്റി ചാലിയാറിന് തീരത്തുള്ള ആളുകൾക്കൊക്കെ ഉൾപ്പെടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത സാധാരണപ്പെട്ട ആളുകൾക്കൊക്കെ ആയിട്ട് 180 വീട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. 128 സർക്കാർ സഹായത്തോടു കൂടിയും ബാക്കിയുള്ള വീടുകളൊക്കെ സന്നദ്ധ സംഘടനകളാണ് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോൾ 5 വർഷത്തിനിപ്പുറം ഈ ഒരു മേഖല ഇങ്ങനെ മൺകൂനകളായി അവശേഷിക്കുകയാണ്. ഇപ്പോഴും മാനമൊന്നിരണ്ടാൽ ഇനിയും ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാത്ത 70ഓളം കുടുംബങ്ങൾക്ക് ആധിയാണ്. അവരെ ഇവിടെ നിന്നും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റണം എന്ന ആവശ്യം പൂർണ്ണമായിട്ടും ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മഴക്കാർ മാനത്ത് വന്നാൽ അവർ ക്യാമ്പുകളിലേക്ക് മാറുന്ന സാഹചര്യമാണുള്ളത്. ഇരകളാക്കപ്പെട്ടവർക്ക്, അതായത് ദുരന്തത്തിൽ നേരിട്ട് ഇരകളായവർക്ക് 4 വർഷത്തിനിപ്പുറം പുനരധിവാസം സാധ്യമായെങ്കിലും ഈ പ്രദേശത്ത് ദുരന്ത മേഖലയാണെന്ന് കണ്ടെത്തി മാറ്റിപ്പാർപ്പിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയ ഇടങ്ങളിലെ ജനങ്ങൾ ഇപ്പോഴും ആധിയോടെ തന്നെ തുടരുകയാണ്. 5 വർഷത്തിനിപ്പുറം നമുക്ക് കവളപ്പാറ ഇപ്രകാരമാണ് കാണാനാകുന്നത്. വയനാട് സംഭവിച്ച ദുരന്തത്തിൻ്റെ പകുതി പോലും കവളപ്പാറ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ കവളപ്പാറയിലെ പുനരധിവാസവും ദുരിതാശ്വാസവും ഒക്കെ വയനാടിന് മാതൃകയാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാനാകില്ല. വയനാട് പുനരധിവാസത്തിന് കവളപ്പാറ മാതൃക എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം കവളപ്പാറയിലെ മാതൃക എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളും സമരങ്ങളൊക്കെയാണ്. അതൊന്നുമില്ലാതെ ആ സാധാരണക്കാരെ തികച്ചും നമ്മൾ കവളപ്പാറയേക്കാൾ വലിയ അതിലേറെ നല്ലപോലെ സാധാരണക്കാരായിട്ട് നിൽക്കുന്ന അവരെ നല്ല ഒരു നിയമ സംവിധാനത്തിലോട് കൂടിയിട്ട് ആ പുനരധിവാസം എത്രയും പെട്ടെന്ന് ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. 4 വർഷത്തിന് ശേഷമാണ് ഈ മേഖലയിൽ തന്നെ പുനരധിവാസം ഇത്രയെങ്കിലും പൂർത്തിയായത്. അപ്പോൾ കവളപ്പാറയേക്കാൾ എണ്ണമറ്റ ആളുകൾ നഷ്ടമായ, വീടുകൾ നഷ്ടമായ മുണ്ടക്കയിലും ചുരൽമലയിലുമൊക്കെ എങ്ങനെയായിരിക്കും ഈ പുനരധിവാസവും മറ്റും നടപ്പാക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്താണെങ്കിലും ഈ മണ്ണിനടിയിൽ എവിടെയോ ഇപ്പോഴുമുള്ള ആ 11 പേരുടെ ഓർമ്മകൾക്ക് മുൻപിൽ അശ്രുക്കൾ അർപ്പിച്ചുകൊണ്ട് കവളപ്പാറയിലെ ദുരന്തത്തിൻ്റെ 5ാം വാർഷികം നാട് ഓർമ്മിച്ചെടുക്കുകയാണ്. കവളപ്പാറയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18.